ഇനി അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ SSCയുടെ CGLന് പഠിക്കാനുള്ള ഇതേ ഏരിയസ് തന്നെയാണ് നമുക്ക് എവിടെയും പഠിക്കാനുള്ളത്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSCയുടെ കലണ്ടർ എല്ലാവരും വെയിറ്റ് ചെയ്ത് തരുന്നത് റിലീസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത വർഷം നടക്കാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ വർഷവും അടുത്ത വർഷത്തിൻ്റെ തുടക്കമായിട്ട് നടക്കാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കലണ്ടർ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വട്ടം നമുക്ക് ആ കലണ്ടർ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. നമ്മുടെ ഈ വർഷത്തെ SSCയുടെ CGLൻ്റെ എക്സാം ആദ്യമെയാണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. നമുക്കിനി ഒരു 4 മാസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 5 മാസമേ ഉള്ളൂ എക്സാമിന് വേണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളവർ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യേണ്ടതും ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനെ കുറച്ചുകൂടി, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ വളരെ പെട്ടെന്ന് സിലബസ് ഒക്കെ ഇനി തീർത്ത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റിലേക്കൊക്കെ പോകേണ്ട ഒരു സമയമാണ് ഇനി അടുത്ത് വരുന്ന 4-5 മാസം എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ജസ്റ്റ് ഒരു 4 to 5 months ആണ് നമുക്ക് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റീസെൻ്റ്ലി നമുക്ക് വീഡിയോസിൻ്റെ ഒക്കെ താഴെയായിട്ട് കുറേ പേര് എങ്കിലും ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇൻകം ടാക്സ് ഓഫീസർ ആകുന്നത്? നമ്മുടെ SSCയുടെ CGL എക്സാംസ് വഴിയാണ്, അതിൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഓഫീസർ ആവുന്നത് എന്ന് ആ ഒരു പോസ്റ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ SSCയുടെ CGL കുറേ പോസ്റ്റുകളുണ്ട്. ഏകദേശം 36-38 പോസ്റ്റുകളാണ് ഇപ്പം കറന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വട്ടം 2 പുതിയ പോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വട്ടം ഇനി പുതിയ പോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, പഴയ ഏതെങ്കിലും പോസ്റ്റിൽ മാറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം 2 പുതിയ പോസ്റ്റ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു CGLൻ്റെ എക്സാമിൻ്റെ അകത്ത് വരുന്ന 36 പോസ്റ്റുകളിൽ 2-3 പോസ്റ്റുകളാണ് നമുക്ക് ഈ ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ പിന്നെയും ഉണ്ട്, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്, അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്കൊരു 4-5 പോസ്റ്റിൽ വരുന്നത്. അതിലും നമ്മൾ ഇൻകം ടാക്സിന് എടുത്ത് പറയുമ്പോൾ ആ ഒരു ഡയറക്റ്റ് ടാക്സസ് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ആ ഡയറക്റ്റ് ടാക്സസിന് അണ്ടറിൽ നമുക്ക് 2 പോസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആകാം, അതിലും ഓഫീസർ എന്ന് പറയുന്നത് നമ്മൾ ഒരെണ്ണമാണ്. അപ്പോൾ ആ ഒരു ഇൻകം ടാക്സ് ഓഫീസർ എങ്ങനെ ആകാം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഈ സെഷനാണ് ഇത്. അപ്പം നിങ്ങൾക്ക് SSCയുടെ CGLൻ്റെ എക്സാമിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ആ ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് 2026 നമ്മുടെ SSCയുടെ കലണ്ടർ വന്നു. അതിൻ്റെ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ബോഡിയായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എന്താ പറയുക ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഇന്ന ഡിഗ്രി വേണം എന്നൊന്നും ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് നമ്മുടെ SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. ഇപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് ആൻസർ എന്നത് നമ്മുടെ SSCയുടെ CGL എക്സാം വഴിയാണ് എത്തിച്ചേരാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി അതിൽ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് അതിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അണ്ടറിലാണ് ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അകത്താണ് കസ്റ്റംസ് ഓഫീസർ അങ്ങനെയുള്ള പോസ്റ്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ അണ്ടറിൽ ആണ് നമുക്ക് ഈ ഒരു ഇൻകം ടാക്സ് ഓഫീസറുടെ പോസ്റ്റ് വരുന്നത്. അപ്പോൾ മെയിൻലി നിങ്ങൾക്കറിയാം അവരെന്താ ഡീൽ ചെയ്യുന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ ന്യൂസിലടക്കം കേൾക്കാറുണ്ട്. അവർക്ക് ഒരുപാട് വേരിയസ് ഡ്യൂട്ടീസ് ഉണ്ട്. ചിലർക്ക് ഫീൽഡ് വർക്ക് കാണും, ചിലർക്ക് ഓഫീസ് വർക്ക് കാണും, രണ്ടും കൂടി ചേർന്നിട്ടുള്ളതുണ്ട്. നിങ്ങൾക്കറിയാം റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ലൈക്ക് മെയിൻലി ആ ഒരു ടാക്സ് ലോസിനെ എൻഫോഴ്സ് ചെയ്യുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാക്സ് ലോസിനെ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ്, കോംപ്രഹെൻസീവ് ഓഡിറ്റ്സ് കണ്ടക്ട് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഡൈനാമിക് ഡ്യൂട്ടിയാണ്. ഫീൽഡ് വർക്ക് വരും, നമ്മൾ ഓഫീസ് വർക്ക് വരും, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താ, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ജോബാണ്. നല്ല സാലറി ഉള്ള, ലൈക്ക് ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇനിയിപ്പം പുതിയ പേ കമ്മീഷൻ അനുസരിച്ചുള്ള സാലറി നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റില്ല കറക്റ്റ് എമൗണ്ട് എത്ര വരുന്നുണ്ടെന്ന്. പക്ഷേ അതർവൈസ് നേരത്തെ ഒരു ആംഗിളിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇൻ ഹാൻഡ് ഏകദേശം ഒരു 80,000, 75,000-80,000 റുപ്പീസ് ഇൻ ഹാൻഡ് കൈ കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇൻകം ടാക്സ് ഓഫീസറുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ റെഗുലർ പ്രൊമോഷൻസ് ഉണ്ട്, ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രൊഫഷണൽ ഗ്രോത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രോത്ത് ഒക്കെ കിട്ടുന്ന വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക്
എങ്ങനെ എത്തിച്ചേരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം വഴിയാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ ഈ വർഷം അതിന്റെ അടുത്ത വർഷം 2026-27 നമ്മുടെ ഈ വർഷത്തെ SSCയുടെ കലണ്ടറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കലണ്ടറിന്റെ അകത്ത് തന്നെ നമുക്ക് ആദ്യത്തെ 3 ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ പ്രോപ്പർ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടം തൊട്ടാണ്. അതിലും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പൈൻ ഗ്രാജുവൽ ലെവൽ എക്സാമിനേഷൻ, ഈ ഒരു എക്സാം വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. പിന്നെ നോട്ടിഫിക്കേഷൻ കറന്റ് ഇപ്പം വരും എന്ന് പറഞ്ഞേക്കുന്ന മാർച്ച് 2026. അതുപോലെ തന്നെ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ആയിരിക്കും. ആൻഡ് എക്സാം അവർ പറയുന്നത് മെയ് ജൂൺ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ജനുവരി ആണിപ്പോൾ. അതേപോലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ജൂൺ, ഈവൻ ജൂൺ ആയപ്പോലും നമുക്ക് ഏകദേശം ഒരു 5 മാസം സമയമാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഈ ഒരു സമയം അത്യാവശ്യം എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ആകുമ്പോഴത്തേന് സിലബസ് ആയി കംപ്ലീറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ ഇപ്പം റീസെന്റ് പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ, പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു 5 മാസം കൊണ്ട് അത് കവർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം കുറച്ചൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് അത് പ്രോപ്പർലി കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, ചെയ്യാൻ പോകുന്നവർ വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത 5 മാസം നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ എഫോർട്ട് ആൻഡ് ടൈം നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഇൻ കേസ്, ഞാനൊരു എക്സ്ട്രീം കേസ് പറയും, ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു SSCയുടെ CGLന്റെ എക്സാം ഇൻ കേസ് പ്രോപ്പർലി എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്നില്ല. എന്തുകൊണ്ട്? ആ ഒരു CGLന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു അടുത്ത് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ഓഫീസർ സ്കെയിലിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും SSCയുടെ തന്നെ വേറെ ഒരുപാട് എക്സാംസ് പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡിഗ്രിയും ഒക്കെ വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെയും ഈ പറഞ്ഞ പോലെ എക്സാം വരാൻ പോകുന്നത് മെയ് ജൂലൈയിലാണ് എക്സാം വരാൻ പോകുന്നത്. ആ ഒരു CGLന്റെ എക്സാമിന് ശേഷമായിരിക്കും നമ്മുടെ ആ സെലക്ഷൻ പോസ്റ്റ് അടക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അവിടെ തീരുന്നില്ല. അടുത്ത് നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലുണ്ട്. +2 ക്വാളിഫിക്കേഷൻ വെച്ച് ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അഗെയിൻ SSCയുടെ വേരിയസ് എന്താ പറയുക ക്ലറിക്കൽ പോസ്റ്റുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ എക്സാം വരുന്നത് നമ്മുടെ ജൂലൈ സെപ്റ്റംബറിലാണ്. ഇനി അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ നവംബറിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്നില്ല. ഒന്ന് പോയാലും അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത് വരുന്നുണ്ട്. ഇതും ഇവിടെ തീരുന്നില്ല. അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഫോഴ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ സെൻട്രൽ പോലീസ് ഫോഴ്സിലേക്ക്, നമ്മുടെ ഡൽഹി പോലീസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ അതിൻ്റെ തൊട്ട് പുറകെ ഉണ്ട്. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ SSCയുടെ GD, നമ്മുടെ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ. അപ്പോൾ നമ്മുടെ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാമാണ് നമ്മുടെ SSCയുടെ GD എക്സാം എന്ന് പറയുന്നത്. ഏകദേശം ഇപ്പം ഈ വർഷം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അറൌണ്ട് 25,000 അടുപ്പിച്ചൊരു വേക്കൻസിക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 53,000 വേക്കൻസിക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വട്ടം വിളിക്കുന്ന സമയത്തായാലും അത്യാവശ്യം നല്ലൊരു വേക്കൻസി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം കൊണ്ട് അതും ഈ പറഞ്ഞ 10th ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന 6 എണ്ണം ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ മാത്രം ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഇഷ്യൂ കൂടി വരും. പക്ഷെ അതും ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏതൊരാൾക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് തോന്നുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ് ഈ 6 എക്സാംസ് എന്ന് പറയുന്നത്. സോ അത് മിസ്സാകരുത്. സോ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാലും തൊട്ടുപുറകെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന്റെ അണ്ടറിൽ വരുന്ന മെയിൻലി 2 പോസ്റ്റുകളാണ്. ഒന്ന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും പിന്നെ ഒന്ന് ടാക്സ് അസിസ്റ്റന്റും. നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് B പോസ്റ്റാണ്. ഗസറ്റഡ് റാങ്കിന്റെ തൊട്ടടി വരുന്ന നമ്മുടെ ഗ്രൂപ്പ് A, നിങ്ങൾക്കറിയാം ഗസറ്റഡ് നമ്മുടെ സിവിൽ സർവീസ് ഒക്കെ വരുന്ന പോലത്തെ, പക്ഷെ അതിനുശേഷം തൊട്ടടി വരുന്നതാണ് ഗ്രൂപ്പ് B പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്യൂച്ചറിൽ വരുന്ന പ്രൊമോഷൻസ് വഴി വളരെ പെട്ടെന്നായിരിക്കും ഗസറ്റഡ് റാങ്കിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു പോസ്റ്റ്. ഇനി അതിൻ്റെ താഴെ നമ്മുടെ ഗ്രൂപ്പ് C പോസ്റ്റാണ് നമ്മുടെ ഈ പറഞ്ഞ ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പം കൂടുതലും കുറച്ചുകൂടി ഓഫീസ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് മാത്രമല്ല, നമ്മുടെ ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സിലെ ഡയറക്റ്റ് ടാക്സസ് ആണ് നമ്മൾ ഇത് രണ്ടും പറയുന്നത്. പക്ഷേ ആക്ച്വലി കൂടുതലും ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഡയറക്റ്റ് ടാക്സസിൻ്റെ അണ്ടറിലല്ല, ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ അണ്ടറില്ല. ബിക്കോസ് അവിടെ കസ്റ്റംസ് ഉണ്ട്, പ്രിവെന്റീവ് ഓഫീസർ, അങ്ങനെ കുറേ പോസ്റ്റിലാണ് അവിടെ സെപ്പറേറ്റ് വരുന്നത്. നമുക്ക് അതർ പൊസിഷൻ ഇൻക്ലൂഡ്സ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ആൻഡ് ജൂനിയർ അക്കൗണ്ടന്റ് ആൻഡ് വേറെയും ഒരുപാട് കരിയർ പാത്സ് ഉണ്ട് നമ്മുടെ ഈ റവന്യൂ സർവീസിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ ഇൻഡയറക്റ്റും ഡയറക്റ്റ് ടാക്സസ് കൂടി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ വളരെ വളരെ ഒരു എന്താ പറയുക, ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വെറൈറ്റി ഓഫ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പോസ്റ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ SSC CGLന്റെ ഒരു എന്താ പറയുക നമ്മുടെ പോസ്റ്റിൻ്റെ ലിസ്റ്റാണിത്. നമ്മുടെ പേ ലെവൽ 7 നമ്മുടെ ഗ്രൂപ്പ് B വരുന്ന
ഒരു പോസ്റ്റാണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിന് അണ്ടറിലാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു അതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എവിടെയുണ്ട്, നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും ഉണ്ട്. എന്തൊക്കെ? നമ്മുടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ എന്ന് പറയുന്ന പോസ്റ്റിലൊക്കെ തന്നെ നമുക്ക് വരുന്നത് ഇൻഡയറക്റ്റ് ടാക്സസിന് അണ്ടറിലാണ്. ഇനി തീർന്നിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേ ലെവൽ 4 വരുമ്പോൾ കുറച്ചുകൂടി പേ ലെവൽ താഴേക്ക് വരുമ്പോഴത്തേന് നമുക്ക് അവിടെയും ടാക്സസിന്റെ പോസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഡയറക്റ്റ് ടാക്സസിൽ ഇൻകം ടാക്സിൽ പറഞ്ഞത്. പക്ഷെ അത് കൂടാതെ നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും ആ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും തോളം പോസ്റ്റുകളാണ് നമുക്ക് അവിടെ വരുന്നത്. ഈ പറയുന്ന ഒരു റവന്യൂ സർവീസ് നോക്കുന്ന ആൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാം പ്രോസസ്സ്, ഇപ്പോൾ ഒരുപാട് പേരും ചോദിക്കുന്നത് എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളത്. അപ്പോൾ ഏത് എക്സാം വഴിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ പാരലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും അതിൻ്റെ ഒരു എക്സാം കാര്യങ്ങളിലേക്ക് വരാം. സോ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് SSC നമ്മൾ നേരത്തെ പോലെ SSC CGL എക്സാം വഴിയാണ്. നമുക്കവിടെ 2 ഫേസ് എക്സാം ഉണ്ട്. ഇത് കൂടാതെ പിന്നെ ഫിസിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും ആണ് വരുന്നത്. അപ്പോൾ പ്രോപ്പർലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കവിടെ 2 ഫേസ് ഓഫ് എക്സാമിനേഷൻ ആണ് വരുന്നത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. നമുക്ക് 200 മാർക്കിലാണ് ആ എക്സാം നടക്കുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്, അങ്ങനെയാണ് നമുക്കത് വരുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഫേസ്, അത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം കാണും. ആ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം എന്ന് പറയുന്നത് നമുക്കൊരു 390 മാർക്കിലാണ് ആ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഈ പറയുന്ന ഇവിടെ പഠിക്കാനുള്ള സബ്ജക്റ്റ് കൂടാതെ കമ്പ്യൂട്ടർ കൂടി എക്സ്ട്രാ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറോ അങ്ങനത്തെ എസ്സേ പേപ്പേഴ്സോ ഒന്നും ഇല്ല. അവിടെയും നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം തന്നെയാണ് അവിടെയും നമുക്ക് വരുന്നത്. ഇതിന് ശേഷം പിന്നെ നമ്മുടെ ഫിസിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഇപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ള CGL പോസ്റ്റുകൾ പോലെ തന്നെ അവിടെ ഒരു ഇൻകം ടാക്സിന് വേണ്ടി ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. നമുക്ക് അവിടുത്തെ ഈ ഒരു മെഡിക്കൽ ഫിസിക്കൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും റണ്ണിങ്ങോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ വരുന്നില്ല. പക്ഷേ അതിനുള്ള ട്രെയിനിങ് നമുക്ക് ഈ പറഞ്ഞതിന് ശേഷം ഫ്യൂച്ചറിൽ നമുക്ക് ഈവൻ ഗണ്ണിൻ്റെ ട്രെയിനിങ് അടക്കം നമുക്ക് ഈ ഫ്യൂച്ചറിൽ ജോലിയിലേക്ക് ചേർന്നതിന് ശേഷമാണ് നമുക്ക് തരുന്നത്. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന മെറിറ്റ് ലിസ്റ്റ്. നമുക്ക് ഈ പറഞ്ഞ പോലെ 2 എക്സാമും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പറഞ്ഞ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ആൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ നമ്മുടെ ഈ രണ്ടാമത്തെ ഫേസ് ഓഫ് എക്സാം. ഈ ഒരു 390 മാർക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മാർക്കിലാണ് നമുക്കത് കംപ്ലീറ്റ്ലി നമുക്ക് വരുന്നത്. ഇനി ഇതിന്റെ ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓടിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് 60 മിനിറ്റ് 1 മണിക്കൂർ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് 1/4 ആണ്, 0.5 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. നമുക്ക് ഏതൊക്കെ ഏരിയ ആണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്. ഇനി അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ SSCയുടെ CGLന് പഠിക്കാനുള്ള ഇതേ ഏരിയസ് തന്നെയാണ് നമുക്ക് എവിടെയും പഠിക്കാനുള്ളത്. നമ്മുടെ CSSLനും പഠിക്കാനുള്ളത്, നമ്മുടെ MTSനും പഠിക്കാനുള്ളത്, SSCയുടെ GDക്ക്, നമ്മുടെ SSCയുടെ CPIക്ക്, സെലക്ഷൻ പോസ്റ്റ്, നമ്മൾ നേരത്തെ കാണിച്ച ഒരു 6 എക്സാം ഇല്ലേ, ആ എല്ലാ എക്സാമിൻ്റെയും സിലബസ് സെയിം ആണ്. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ ചില എക്സാംസിൽ വരുന്നുള്ളൂ. പക്ഷേ അതർവൈസ് പഠിക്കാനുള്ള സിലബസ് നമ്മൾ ഈ കാണുന്ന 4 സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് ഇതിനെല്ലാം തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റ സിലബസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കുറേ എക്സാംസ് ആണ് നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഓരോ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്താലും ഒരിക്കലും നമുക്കത് അടുത്ത വർഷം വരെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ CGLൻ്റെ എക്സാം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് പറയാൻ അടുത്ത എക്സാം വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സേഫ് ആയിട്ടും സെക്യൂർഡ് ആയിട്ട് അടുത്ത വർഷം വരുന്ന CGL എക്സാംസിന് വേണ്ടി പിന്നെയും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയ പോസ്റ്റ് കിട്ടുന്നവരെ നിങ്ങൾ ആ എക്സാംസ് എഴുതി ആ ഒരു ക്ലിയർ ചെയ്യാൻ നോക്ക്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിയുന്നതിന് മുമ്പ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം, അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതേ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് അതേ 4 ഏരിയ തന്നെ ഇവിടെയും വരുന്നത്. പിന്നെ എക്സ്ട്രാ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കമ്പ്യൂട്ടർ നോളജിൻ്റെ ഒരു എക്സ്ട്രാ ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പിംഗ് ടെസ്റ്റ് നമ്മൾ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം, കുറച്ച് സമയം അതിന് വേണ്ടി കൊടുത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓവറോൾ നമ്മുടെ എക്സാം നടക്കുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 210ഉം 180 കൂടി ചേർത്ത് 390ലാണ് നമ്മുടെ സ്കോർ വരുന്നത്. പക്ഷേ ഈ 60 എന്ന് പറയുന്ന ക്വാളിഫയിങ് ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് അവിടെ സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ക്വാളിഫയിങ് മാർക്ക് ഉണ്ടായിരിക്കും, അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. പിന്നെ എഗെയിൻ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ടൈപ്പിംഗ് എന്ന് പറയുന്നതും ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. അതിലൊക്കെ ഈ ഓരോ സെഷൻസ് എഴുതാനും നമുക്കൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റിൻ്റെ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു Tier 2 സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് തന്നെ എടുത്തു പറയുവാണെങ്കിൽ
നമ്മുടെ ആദ്യത്തെ ഫേസ് ഓഫ് എക്സാം Tier 1 ഫേസ് ഓഫ് എക്സാമിലേക്ക് വരുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ 2025 ഡാറ്റ വെച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2024-25 നടന്ന എക്സാംസിൻ്റെ ഒരു പ്രീവിയസ് എക്സാംസിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ Tier 1 എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ യൂഷ്വലി എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്സ് ഒക്കെ വരുന്നത് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷം എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് കുറവായിരുന്നു, 136-137 കട്ട് ഓഫ് ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ അതർവൈസ് നമുക്ക് അതിന് മുമ്പുള്ള വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 152, 153 അങ്ങനെയാണ് കട്ട് ഓഫ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഈ വട്ടം കുറവായതുകൊണ്ടാണ് ആ ചെറിയ കട്ട് ഓഫ് വെക്കുന്നതിന് പകരം കഴിഞ്ഞൊരു 3-4 വർഷത്തെ റേഞ്ച് വെച്ചത്. അതുകൊണ്ട് എന്താണ് അടുത്ത വർഷം നമുക്ക് 136 കാണത്തുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നുള്ള കൂടുതലും നമുക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എല്ലാം തന്നെ 152-153 വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 135 തൊട്ട് 155 ഔട്ട് ഓഫ് 200 നമുക്ക് Tier 1 കട്ട് ഓഫ് വരുന്നത്. അപ്പം നിങ്ങളുടെ ടാർഗറ്റും എന്തായിരിക്കണം? ഒരു 150 അല്ലെങ്കിൽ ഞാൻ പറയും 160 പ്ലസ് ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. ഓക്കെ, സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. ഇനി നിങ്ങളുടെ ഇൻകം ടാക്സിനെ കുറിച്ച് എടുത്തു പറയുവാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിന്റെ ഒരു കട്ട് ഓഫ് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ 390 നമുക്ക് 340 to 360 ആണ് ഇൻകം ടാക്സിന്റെ പോസ്റ്റിന്റെ കട്ട് ഓഫ് വരുന്നത്. ഒരിക്കലും വിചാരിക്കില്ല Tier 2 കട്ട് ഓഫ് അതാന്ന്. Tier 2 കട്ട് ഓഫ് അതല്ല. Tier 2 ഓരോ പോസ്റ്റുകൾക്കും ഓരോ കട്ട് ഓഫ് ആണ് വരുന്നത്. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻകം ടാക്സ് ഓഫീസിന്റെ കട്ട് ഓഫ് വരുന്നത് ഈ ഒരു 340 to 360 ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അഗെയിൻ നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 360 ഒരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക ഔട്ട് ഓഫ് 390. അത്യാവശ്യം നല്ല പോസ്റ്റ് ആണ്. സോ ആ ഒരു ഡെഫിനറ്റ്ലി ആ ഒരു കട്ട് ഓഫ് എങ്ങനെ ആയിരിക്കും? അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ കട്ട് ഓഫ് മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. ഒരിക്കലും അത് അങ്ങനെ തന്നെ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റേഞ്ച് വെച്ചേക്കുന്നത്. ഏറ്റവും മിനിമം ആൻഡ് ഏറ്റവും മാക്സിമം ഓർഡർ പോയിട്ടുണ്ട് എന്ന റേഞ്ച് വെച്ചേക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിലും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, നമ്പർ ഓഫ് വേക്കൻസിയുടെ ഒക്കെ മേളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതുകൂടെ റിസർവ് കാറ്റഗറീസ് ഉണ്ട്, OBC, SC, ST, EWS. പക്ഷേ അവരും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്കോറൊക്കെ എങ്ങനെ വരുന്നു, ഓവറോൾ ആവറേജ് എങ്ങനെ വരുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ എഫക്ട് ചെയ്യും. അതുപോലെ ഫൈനൽ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതും നമ്മുടെ ഈ Tier 2 സ്കോറിന്റെ മേളിലാണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ Tier 1 ഡെഫിനറ്റ്ലി ക്ലിയർ ആവണം. ഓക്കെ, എന്നാലേ Tier 2 എഴുതാൻ പറ്റത്തുള്ളൂ. Tier 2 സ്കോറിന്റെ മേളിലാണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കോറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ റാങ്ക് അനുസരിച്ചായിരിക്കും നമുക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബാച്ചിലർ ഡിഗ്രി ആയിരിക്കണം ഫ്രം എനി യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ നാഷണാലിറ്റി നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ആയിരിക്കണം. പിന്നെ ഏജ് ലിമിറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. അഗെയിൻ ഇൻകം ടാക്സ് ഓഫീസറിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 18 തൊട്ട് 30 വയസ്സ് വരെയും, ഇൻകം ടാക്സ് അസിസ്റ്റന്റിന്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് നമുക്ക് 27 വയസ്സ് വരെയാണ് വരുന്നത്. സോ അതിന് ഇങ്ങനൊരു വ്യത്യാസം കൂടി ഉണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ പറ്റും. അതല്ല അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ 27 വയസ്സ് വരെ നമുക്ക് പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു ഡേറ്റ് ലൈക്ക് ആ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കേണ്ട ഡേറ്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ കൂടെ ആയിരിക്കും വരുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ പറഞ്ഞ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഞാൻ നേരത്തെ ഒരു കാര്യം എടുത്തു പറഞ്ഞായിരുന്നു. ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. നോ physical efficiency test or medical examination required specifically for the income tax post. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചിലർക്കെങ്കിലും ഡൗട്ട് വരുന്നത് ഇൻകം ടാക്സ് ഫോഴ്സ് അല്ലേ, അപ്പോൾ അവിടെ സെപ്പറേറ്റ് ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കത്തില്ലേ? ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞത് സീജലിന്റെ ബാക്കിയുള്ള പോസ്റ്റ് പോലെ തന്നെ ഇതിനും അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷനോ റേസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, നമ്മുടെ സാധാരണ സീജൽ അൺലൈക്ക് സം അതർ SSC സീജൽ പോസ്റ്റ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന സംഭവം നമുക്കിവിടെ വരുന്നത്. മെഡിക്കൽ എക്സാമിനേഷൻ സ്പെസിഫിക്കലി ഫോർ ഇൻകം ടാക്സ് ഓഫീസർ പോസ്റ്റ് അൺലൈക്ക് സം അതർ SSC സീജൽ പൊസിഷൻസ്. നമുക്ക് ഈ പറയുന്ന ഇവിടെ ഇൻകം ടാക്സിന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിസിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. നമുക്ക് ചില റെയർ പോസ്റ്റുകൾ കാണാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുന്നത് ചില ഫോഴ്സിലേക്ക് എടുക്കുന്ന സമയത്ത് മാത്രം. പക്ഷേ ഇൻകം ടാക്സിന് അതില്ല. നമ്മുടെ സീജലിന്റെ മിക്ക പോസ്റ്റുകൾക്കും ഈ പറഞ്ഞ ഫിസിക്കൽ ഇല്ല. നമുക്ക് അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഈ പറഞ്ഞ പോലെ ആ ഒരു പോസ്റ്റിന് വേണ്ടി ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കുറവാണ്. നമുക്ക് ചില എന്താ പറയുക, ചില ഇപ്പം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡോ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ മാത്രമാണ് അതിൽ ചില കാറ്റഗറീസിന് ചില പോസ്റ്റിലേക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ബട്ട് അതർവൈസ് ഒരു ഇൻ ജനറൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടി ഇങ്ങനത്തെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം എന്നുള്ളത് നമുക്ക് അങ്ങനെ വരുന്നില്ല. എസ്പെഷ്യലി നമുക്ക് ഇൻകം ടാക്സിന് വരുന്നില്ല. ഒരുപാട് പേര് ഇൻകം ടാക്സിന് ചോദിക്കാറുണ്ട്, ഇൻകം ടാക്സിന് വരാറില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോസ്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ട്രെയിനിങ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ ഉണ്ട്.
ഇനി പ്രിപ്പറേഷൻ ടിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് SSC CGLയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പറേഷനും അങ്ങനെയുള്ള എന്താ പറയുക സ്റ്റഡി പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഈ പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് ഓക്കെ അതിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ഈ പഠിച്ച് തീർക്കാനുള്ള ആ 4 ഏരിയ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് ഒരു 3-3.5 മാസം കൊണ്ട് തീർക്കുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 3 മാസം കൊണ്ട് ആ സിലബസ് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ് പ്രാക്ടീസിന് വേണ്ടി അടുത്തൊരു 45 ഡേയ്സോ ആ ഒരു സമയം 30 to 45 ഡേയ്സ് മാറ്റി വെക്കുക. ആ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മൾ സിലബസ് മാസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഒരു അഡ്വാൻസ് പ്രാക്ടീസ് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ആ പ്രീവിയസ് ക്വസ്റ്റൻസിനൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയും. ആ പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഇവിടെ തന്നെ ചെയ്യുക. അതിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക ഇവിടെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അഡ്വാൻസ് ഉള്ള ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ റെഗുലർ മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്പീഡും അക്യുറസിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നിങ്ങളുടെ ഈ പറഞ്ഞ ടൈം മാനേജ്മെന്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്തെടുക്കുക. അക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ആദ്യമേ സ്പീഡ് വിത്ത് ടൈം നമുക്ക് അത് ഇംപ്രൂവ് ആയി വന്നോളും. ആൻഡ് അത്യാവശ്യം കറണ്ട് അഫയേഴ്സും നമുക്ക് ഈ പറഞ്ഞ ന്യൂസുകളൊക്കെ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെ റീഡിങ് സ്പീഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പേഴ്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. സോ അതൊരിക്കലും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ അത് വളരെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നത് പോലും ആ ഒരു റീഡിങ് സ്കിൽസ് പോലും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് ടൈം മാനേജ്മെന്റ് നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ റിസോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, നല്ല ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ക്രൗഡഡ് ആക്കാൻ പാടില്ല. അത്യാവശ്യം നല്ല ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളോ ഓൺലൈൻ ടെസ്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല എന്താ പറയുക മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ SSCയുടെ വെബ്സൈറ്റ് ക്ലിയർലി നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. നോട്ടിഫിക്കേഷന് എന്തെങ്കിലും സിലബസിൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. സോ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വരുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ്, എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നല്ലപോലെ ഡിസ്കസ് ഒക്കെ ചെയ്ത് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കുക. എക്സാമിൻ്റെ ഒരു സമയത്ത് എക്സാമിൽ ഇരിക്കുന്ന സമയത്ത് ആ ഡൗട്ട്സും പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ജേർണി നിങ്ങൾ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഐഡിയാസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യമേ എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ, സിലബസ്, അതിൻ്റെ മാർക്കിംഗ് സ്കീം, Tier 1 Tier 2 എക്സാം പാറ്റേൺസ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും നിങ്ങൾ അതിന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അത് വെക്കുന്ന പ്ലാൻ പോലെ തന്നെ ഷോർട്ട് ടേം ഗോൾസ് ആയാലും ലോങ് ടേം ഗോൾസ് ആയാലും അത് പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് ഏരിയ ഫോക്കസ് ചെയ്ത് പോവുക. പ്രീവിയസ് ക്വസ്റ്റൻസ് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. എല്ലാ സബ്ജക്ട്സും വിത്തിൻ ദ ടൈം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിനുശേഷമാണ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ആ ഒരു കട്ട് ഓഫ്, നമ്മൾ നേരത്തെ കുറച്ചുള്ള സ്കോറുകൾ പറഞ്ഞായിരുന്നു, നമ്പേഴ്സ്, ആ നമ്പേഴ്സ് അച്ചീവ് ചെയ്യാൻ നോക്കുക എത്രയും പെട്ടെന്ന് തന്നെ. എന്നിട്ട് ആ നമ്പേഴ്സിനെ പിന്നെ കൺസിസ്റ്റന്റ് ആക്കാൻ നോക്കുക. എത്ര കൂടുതൽ ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോച്ചിങ്ങും ഓൺലൈൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷന് വേണ്ടി. അപ്പം ആക്ച്വലി ഈ ഒരു നമ്മുടെ ഈ ഒരു ഇൻകം ടാക്സ് എക്സാം എന്ന് പറയുന്നത്, ഇൻകം ടാക്സിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വളരെ നല്ല ഗവൺമെൻറ് കരിയറാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അത് നിങ്ങളുടെ ഡെഡിക്കേഷൻ ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. സോ അത് ഇപ്പം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഏറ്റവും നല്ലപോലെ. അതും എസ്പെഷ്യലി നമ്മുടെ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കലണ്ടറിൻ്റെ കാര്യം മറന്നുപോലെ നിങ്ങൾ ഈ കലണ്ടറിനെ ആ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സിന് ഒരു റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഗോൾസ് ഒക്കെ നല്ലപോലെ അച്ചീവ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ അച്ചീവ് ചെയ്യുക. അതിൻ്റെ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. എന്നാൽ നമുക്ക് സമയം കുറവാണ്, വളരെ കുറച്ച് സമയം ഉള്ളൂ എന്ന മൈൻഡിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ നോക്കുക. എനിക്ക് 5 മാസമുണ്ട്, എനിക്ക് CSL 7 മാസമുണ്ട്, MTSന് 8 മാസമുണ്ട്, ആ ഒരു ആംഗിൾ മാറ്റുക. ഓക്കെ, 5 മാസമേ ഉള്ളൂ, അല്ല 5 മാസത്തിൽ 3 മാസം കൊണ്ട് എനിക്ക് എല്ലാം കവർ ചെയ്യണം. അതിനുശേഷം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഈ പറഞ്ഞ ഗോളിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തണം, എത്രയും പെട്ടെന്ന് സേഫ് ആവണം. ഇത് കഴിഞ്ഞാൽ ഇതൊന്ന് തീർത്തിട്ട് വേണം Tier 2 എക്സാമിൻ്റെ കൂടി സിലബസ് നമുക്ക് കുറച്ചെങ്കിലും കവർ ചെയ്ത് വെക്കാൻ. Tier 1 എക്സാം കഴിഞ്ഞിട്ട് കവർ ചെയ്യാനുള്ള സമയമില്ല എന്നുള്ള കാര്യങ്ങളോട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെക്കുക. പിന്നെ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ SSC എക്സാംസിന് വേണ്ടി, നമ്മുടെ ഈ വർഷത്തെ SSC എക്സാംസിന് വേണ്ടി, അടുത്ത വർഷത്തെ SSC എക്സാംസിന് വേണ്ടി ഒക്കെ തന്നെ നമുക്ക് ഇവിടെ SSCക്ക് വേണ്ടി ബാച്ചസ് ഉണ്ട്. Super 30 ബാച്ചസ് എന്നുള്ള ഗോൾഡ് ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചസ് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, പിന്നെ
ഈ ബുക്കുകൾ, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസ്, ടോപ്പിക് ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഡെയിലി ക്വിസുകൾ, അതുപോലെ കംപ്ലീറ്റ് സിലബസ് കവറേജ്, പ്രോപ്പർ ഷെഡ്യൂൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈവൻ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും, നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങളുടെ സമയം അനുസരിച്ച് കാണാം. പിന്നെ ലൈവ് ക്ലാസ്സസ് ഒക്കെ തന്നെ ഈവനിങ് ടൈമിലായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേ ടൈമുള്ള ആക്ടിവിറ്റീസ് ഒന്നും എഫക്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് ആ ഈവനിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്കത് മിസ്സാവാതെ തന്നെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം അതുകൂടാതെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അവരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് എത്രയും നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, ലൈക്ക് ഇപ്പം ഈ ബാച്ചസിനെ കുറിച്ചും, ഇതിൽ ഗോൾഡ് ബാച്ചസ് ഉണ്ട്, ഇങ്ങനെ അല്ലാത്ത ബാച്ചസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയും അതുപോലെ ഓഫേഴ്സിൽ ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് ഈ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇൻകം ടാക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റിനെ ഒരു ഗോളായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ ജേർണി കൊണ്ടുപോകാം. ഡെഫിനറ്റ്ലി അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൂടാതെ അതിൻ്റെ സാലറിയും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അത് തരുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, പവർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലപോലെ അടുത്ത് വരുന്ന 5 മാസം ഏറ്റവും നല്ലപോലെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ വർഷം തന്നെ ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്ത് ഗവൺമെൻറ് ജോലിക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റും. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫ്, നിങ്ങളുടെ പേരൻസ്, ഇവിടെയൊക്കെ ലൈഫ് ഒരു ലോങ് ടേം സേഫ് സെക്യൂർഡ് ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്ന ഒരു മൂവ്മെൻറ്റ് കൂടി ആയിരിക്കും. സോ അങ്ങനെ ഒരു വർഷമായി മാറട്ടെ ഈ വർഷം എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ SSCയുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.